ദ ലോർഡ്. കർത്താവിൻ്റെ സഭയും കർത്താവിൻ്റെ സഭയിലെ ശുശ്രൂഷകളും നിസ്സാരമല്ല. വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് ദൈവവിളി സ്വീകരിച്ച് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ സഭയിലുള്ള കർത്താവിൻ്റെ ക്രമീകരണങ്ങളോട് ഐക്യപ്പെട്ടാൽ കർത്താവിൻ്റെ കൃപയും കർത്താവിൻ്റെ സാന്നിധ്യവും കർത്താവിൻ്റെ ശക്തിയും നമ്മുടെ ജീവിതത്തിൽ ധാരാളം ഉണ്ടാവും. നമ്മുടെ ഹൃദയം കൊണ്ട് സഭേനെ ഉൾക്കൊള്ളണം. ഞാൻ ഓർക്കുന്നുണ്ട്, സാംസൺ അച്ഛൻ, ആ അച്ഛൻ്റെ അടുത്ത് ഒരു ദിവസം ഒരു കുട്ടിയെ കൊണ്ടുവന്നു. ആ കുട്ടിയെ കൊണ്ടുവന്നിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നമുക്ക് കണ്ടാൽ സങ്കടം വരും. അതുപോലുള്ള ഒരു കുട്ടിയായിരുന്നു അത്. ആ കുട്ടിയുടെ ശരീരം മുഴുവനും ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. തൊലിയെല്ലാം ഇങ്ങനെ വിണ്ട് കീറി ഇങ്ങനെ ഇരിക്കുകയാണ്, ഇങ്ങനെ പൊളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ സാംസൺ അത് കണ്ട ഉടനെ പറഞ്ഞു, നീ 3 മാസം വന്ന് പ്രാർത്ഥിക്ക്, 4-ാം മാസം പുതിയ തൊലിയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ഈശോ ആ കുടുംബത്തിനോട് ചെയ്തു കൊടുത്ത്. അതൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് റിയോ, വീട് തൃശ്ശൂർ. മൈക്കിൽ കൂടെ ഉറക്കെ പറഞ്ഞു. പേര് റിയ, തൃശ്ശൂർ. മോന് പ്രസവിച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ശരീരത്തിലെ ചുമപ്പ് നിറങ്ങൾ വരാൻ തുടങ്ങി. 8 മാസം പ്രായം മുതൽ ഭയങ്കര ചൊറിച്ച അനുഭവപ്പെട്ട് തല മുതൽ കാല് വരെ എല്ലാ ഭാഗത്തുനിന്നും തൊലി അടർന്നു പോവാൻ തുടങ്ങി. ശരീരം മുഴുവനും ചൊറിച്ചിൽ വന്ന് തല മുതൽ കാല് വരെ ശരീരം മുഴുവനും തൊലി അടർന്ന് പോകാൻ തുടങ്ങി. പല ട്രീറ്റ്മെൻറ്റും നടത്തി. ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു വിശപ്പ് ഗ്രന്ഥി ഇല്ല, അതുകൊണ്ട് ഈ അസുഖം ഒരിക്കലും മാറില്ല എന്ന് പറഞ്ഞു. ഈ അസുഖം ഒരിക്കലും മാറാൻ പോണില്ല, കാരണം ബേസിക് ആയിട്ട് കുറവുണ്ടെന്ന് പറഞ്ഞു ഡോക്ടർമാർ. ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാവേണ്ടതാണ് വിശപ്പ് ഗ്രന്ഥി. അതില്ലാത്തത് കൊണ്ട് ശരീരത്തിൽ ചൂട് പുറന്തള്ളാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ അസുഖം വരുന്നത്. അതുകൊണ്ട് അസുഖം മാറില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ സാംസണച്ചൻ പറഞ്ഞു, 3 മാസം കഴിഞ്ഞാൽ നീ സാക്ഷ്യം പറയാനായിട്ട് ഇവിടേക്ക് വരും എന്ന് പറഞ്ഞു. സാംസൺ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ സാംസൺ പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കണ്ട, 3 മാസത്തിനുള്ളിൽ സാക്ഷ്യം പറയാൻ ഇവിടെ വന്നിരിക്കുന്നു പറഞ്ഞു. കഴിഞ്ഞ ഡിസംബറിലാണ് ഞാൻ ഇവിടെ വന്ന് ആദ്യമായി പ്രാർത്ഥിച്ചത്. ജനുവരിയിൽ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോയി. ഇപ്പോൾ തന്നെ മോൻ്റെ തൊലി പോകേണ്ടത് കുറഞ്ഞു. ഇപ്പോൾ ഈ കുട്ടിയുടെ ആദ്യത്തെ സ്ഥിതി എങ്ങനെയാണെന്ന് അറിയാം. എങ്ങനെയായിരുന്നു ആദ്യത്തെ സ്ഥിതി? കുട്ടിയുടെ ശരീരം മുഴുവനും ഇതുപോലെയായിരുന്നു. അത് മാറി ഇപ്പം എങ്ങനെയായി കാണിച്ചേ? ഇതാ കുട്ടിയുടെ അവസ്ഥ നല്ല വ്യത്യാസം വന്ന് ഒരു കേടുമില്ലാത്ത അവസ്ഥയായി. അതാ നോക്കിയേ, ഒരു കേടുമില്ല. ആ ചെറിയ കുട്ടിയാണെങ്കിൽ അതിനൊരു ബോധം കണ്ടോ, ഷർട്ട് ഊരി കാണിക്കാനായിട്ട്. ഹല്ലേലൂയ. ഞാൻ വിചാരിച്ചു അവരിങ്ങനെ ഷർട്ട് ഊരുന്ന സമയത്ത് ചൊറിയാന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവൻ പറഞ്ഞ് ഷർട്ട് ഊരി കാണിക്കാമെന്ന് പറഞ്ഞ് അവൻ തന്നെ. അപ്പോൾ ആരോ സംശയവാദികൾ ഇവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് അവൻ പറഞ്ഞ് എൻ്റെ ഷർട്ട് ഊരി കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ എന്തായാലും ധൈര്യമായിട്ട് കണ്ടോ. കർത്താവ് അനുഗ്രഹിച്ചുണ്ടോ. ഇദ്ദേഹം ആദ്യത്തെ സ്ഥിതി കാണിച്ച്. ആദ്യത്തെ സ്ഥിതി ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ആദ്യത്തെ സ്ഥിതി ഇദ്ദേഹം മാതിരിയുള്ള 3 മാസം ഡിസംബറിൽ വരുമ്പോൾ ഇതായിരുന്നു കുട്ടിയുടെ സ്ഥിതി. ഇതായിരുന്നു ഡിസംബറിൽ വരെ ശരീരം മുഴുവൻ ഇതായിരുന്നു സ്ഥിതി. അപ്പോഴാണ് സാംസൺ ഒറ്റ പറച്ചിൽ. സാംസൺ 3 മാസം കഴിയുമ്പോൾ നിങ്ങൾ ആൾക്കാരെ വന്ന് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. ജനുവരി കഴിഞ്ഞു, ഫെബ്രുവരി കഴിഞ്ഞു, മാർച്ച് കഴിഞ്ഞു, ഏപ്രിൽ മാസം ഇതാ വന്ന് നിൽക്കണം. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇത് സിസ്റ്റർമാർക്കും ഈ കഴിവുണ്ട്. ദൈവവിളിയാണ് ഇതിനകത്തെ കാര്യം. ദൈവവിളി. അപ്പോൾ ഒരു വൈദികനാകുന്നത് എങ്ങനെ? ഒരു സിസ്റ്ററാകുന്നത് എങ്ങനെ? ഹെബ്രായ ലേഖനം 5-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത് എങ്ങനെയാണ്? ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയമേവ ഈ ബഹുമതി ഏറ്റെടുക്കുന്നില്ല. അപ്പോൾ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. അതിൻ്റെ പേരാണ് ദൈവം വിളിച്ചവർ. ദൈവവിളിക്ക് അതിൻ്റേതായ അത്ഭുത ശക്തിയുണ്ട്. വൊക്കേഷൻ, ദൈവവിളി. വിവാഹത്തിലേക്കുള്ളത് വിളി ദൈവവിളിയാണ്. ഒക്കെ ഏകസ്ഥ ജീവിതത്തിലേക്ക് ദൈവം വിളിക്കുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് പൗരോഹിത്യത്തിലേക്ക് ദൈവം വിളിച്ചവർ,
സന്യാസത്തിലേക്ക് ദൈവം വിളിച്ചവർ, സമർപ്പിത ജീവിതത്തിലേക്ക് ദൈവം വിളിച്ചവർ, അവരെ സ്വർഗം എങ്ങനെ മാനിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്. എന്നുറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ അവരുടെ ഓരോ വാക്കിനും ദൈവം വില കൽപ്പിക്കും. ഓരോ വാക്കിനും ദൈവം വില കൽപ്പിക്കും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 16-ാം തിരുലിഖിതം, നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു. അത് ഈ വൈദികർ, സിസ്റ്റേഴ്സ്, അൽമായ ശുശ്രൂഷകർക്കും അങ്ങനെ തന്നെയുണ്ട്. ദൈവം വിളിച്ച ശുശ്രൂഷകരുണ്ട്. കഴിവല്ല ദൈവവിളിയുടെ അടിസ്ഥാനം. ദൈവവിളിയുടെ അടിസ്ഥാനം ദൈവത്തിൻ്റെ വിളിയാണ്. ദൈവം പറയാണ്, എൻ്റെ ദാസൻ ഉണ്ടെങ്കിൽ, എൻ്റെ ദാസൻ ഒരു വാക്ക് പറഞ്ഞാൽ ഞാനത് നടപ്പാക്കും. യേശയ്യയുടെ പുസ്തകം 44-ാം അധ്യായം 26-ാമത്തെ വാക്യം. യേശയ്യ 44:26. അവിടുന്ന് തൻ്റെ ദാസരുടെ വാക്കുകൾ ഉറപ്പിക്കുകയും ദൂതരുടെ ഉപദേശങ്ങൾ നിവർത്തിക്കുകയും ചെയ്യും. തൻ്റെ ദാസൻ ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് ഉറപ്പിക്കുന്നത് ആരാണ്? ദൈവമാണ് ആ വാക്ക് ഉറപ്പിക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ ഒരു വാക്ക് പറഞ്ഞ് പോയാൽ മതി. അത് ഇനി മെഡിക്കൽ സയൻസ് ചികിത്സയുള്ള രോഗമാണോ, ഇതിന് മുമ്പ് ചികിത്സിച്ചിട്ടുള്ളതാണോ, ഇതിനി അതൊന്നും അത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അവിടുന്ന് തൻ്റെ ദാസരുടെ വാക്ക് അവിടുന്ന് ഉറപ്പിക്കും. ദൂതരുടെ ഉപദേശങ്ങൾ അവിടുന്ന് നിവർത്തിക്കും. സഭയിലെ വലിയൊരു മനോഹാരിതയാണ് ദൈവത്തിൻ്റെ വിളി. പ്രൈസ് ദ ലോർഡ്. അത് അൽമായ ശുശ്രൂഷകരുടെ വിളിയുണ്ട്, സമർപ്പിത ജീവിതത്തിലുള്ള സിസ്റ്റർമാരും, അതുപോലെ തന്നെ സന്യസ്ത ജീവിതത്തിലേക്ക് വിളിയുണ്ട്, അതുപോലെ വൈദിക ജീവിതത്തിലേക്ക് വിളിയുണ്ട്, പിന്നെ ജീവിതത്തിൻ്റെ തിരുസഭയിൽ വിവിധ ജീവിതാന്തസ്സുകളുണ്ട്. അപ്പോൾ ഈ ദൈവവിളി വളരെ വലിയ ദൈവാനുഗ്രഹമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ആ ദൈവവിളിയോട് പൊരുത്തപ്പെടാതിരിക്കാൻ സാത്താൻ നമ്മുടെ ഹൃദയത്തിൽ പലതരത്തിലുള്ള കരടുകൾ വിതയ്ക്കും, പല ബുദ്ധിമുട്ടുകളുണ്ടാക്കും. നമുക്കൊരിക്കലും ആ ദൈവവിളി വഴി അനുഗ്രഹം ഉണ്ടാകാതിരിക്കാൻ ഹൃദയം കൊണ്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ അകൽച്ചയുണ്ടാക്കും, വലിയ അകൽച്ചയുണ്ടാക്കും. അപ്പം നമുക്ക് അച്ഛൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റാതെയാവും. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള കൺവെൻഷൻ ശുശ്രൂഷകളിൽ പോകാൻ പറ്റാതെയാവും. അല്ലെങ്കിൽ സിസ്റ്റർമാരുടെ ശുശ്രൂഷ സ്വീകരിക്കാൻ താല്പര്യം തോന്നാതെയാവും. അതുമല്ലെങ്കിൽ അൽമായ ബ്രദർമാരെക്കുറിച്ച് തെറ്റായ ബോധ്യങ്ങൾ മനസ്സിലേക്ക് ആരെങ്കിലും ഇട്ട് തരും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ഹൃദയം അടയും. അങ്ങനെ നമ്മുടെ ഹൃദയം അടഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അത് പ്രയോജനമില്ലാതെ പോകും. ബാക്കിയുള്ളവർക്കെല്ലാം അവർ വഴി ധാരാളം അനുഗ്രഹം ഉണ്ടാവും. ബാക്കിയുള്ളവർക്കെല്ലാം അവരുടെ ശുശ്രൂഷ വഴി കൃപകൾ ലഭിക്കും, അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. നമ്മുടെ കാര്യം ഒന്നും നടക്കുകയില്ല. കാരണം നമ്മുടെ ഹൃദയം ഓൾറെഡി അടച്ചു കഴിഞ്ഞു. ദൈവ വിളി വഴി നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് കണ്ണുനീർ ഒപ്പിയെടുക്കാൻ കർത്താവ് ഇടപെടുന്നതാണത്. എന്നാൽ അത് നമ്മുടെ കുടുംബത്തിലേക്ക് വരാതെ, അത് ഈശോ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്, നിങ്ങൾ എല്ലാ വീടിനും സമാധാനം കൊടുക്കണം. സമാധാനത്തിൻ്റെ ആത്മാവ് അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന സമാധാനം അവിടെ കുടികൊള്ളും. ആ ആത്മാവ് അവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടതൊന്നും അവിടെ ഗുണപ്പെടില്ല, അത് തിരിച്ചുകൊണ്ട് പോരും. പ്രൈസ് ദി ലോർഡ്. സമാധാനം, നിങ്ങൾ എല്ലാവർക്കും സമാധാനം കൊടുക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും സൗഖ്യം കൊടുക്കുക, നിങ്ങളെല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുക. അത് സ്വീകരിക്കേണ്ട ഒരു ആത്മാവുണ്ട്. ആ ആത്മാവ് അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഗ്രഹം അവിടെ കുടികൊള്ളും, നിങ്ങളുടെ സമാധാനം അവിടെ കുടികൊള്ളും, നിങ്ങൾ കൊടുക്കുന്ന സൗഖ്യം അവിടെ കുടികൊള്ളും, എല്ലാം അവിടെ കുടികൊള്ളും. അതിനെ റിജക്റ്റ് ചെയ്യുന്ന, നിഷേധിക്കുന്ന ആത്മാവ് ഓൾറെഡി നിങ്ങൾ വെൽക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ സമാധാനത്തിൻ്റെ ആത്മാവ് അവിടെ ഇല്ലെങ്കിൽ അത് തിരിച്ച് ഇങ്ങോട്ട് പോരും. പ്രിയപ്പെട്ട ദൈവമക്കളെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. അപ്പോൾ അതുകൊണ്ട് പൗരോഹിത്യത്തോട് ചിന്തിച്ചുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിളിയോട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം, നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും നടക്കാത്തൊരു കാര്യം, നമ്മൾ എത്രമാത്രം അധ്വാനിച്ചിട്ടും നടക്കാത്തൊരു കാര്യം,
നമ്മൾ എത്രമാത്രം ചികിത്സിച്ചിട്ട് നടക്കാത്തൊരു കാര്യം. അങ്ങനെ ഊരാക്കുടുക്കായി കടുങ്കട്ടായി കിടക്കുന്ന പ്രശ്നത്തിൽ ദൈവത്തിൻ്റെ ശക്തി വളരെ പെട്ടെന്ന് കൊണ്ടുവരാൻ ദൈവം നമുക്ക് വേണ്ടി നമ്മുടെ ഇടയിൽ ഉയർത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹ സ്രോതസ്സാണ് ഓരോ ദൈവവിളിയും. കർത്താവ് നമ്മുടെ ഇടയിൽ നിന്ന് നമ്മളെ പോലുള്ള ആളുകളെ ദൈവം തിരഞ്ഞെടുത്ത് ഉയർത്തുമ്പോൾ ദൈവം ആ വ്യക്തികളിലൂടെ ഈ ലോകത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ കാര്യം, അവർ നമ്മുടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കരങ്ങൾ വിരിച്ചു പിടിക്കുമ്പോൾ അവർ വെറുതെ എങ്ങനെയൊന്നും നമ്മൾ ആ വീട്ടിൽ വരണ്ട, നമ്മളെ കാണണ്ട, നമ്മളുടെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ട. അവർ കൈകൾ വിരിച്ചു പിടിച്ച് ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ വലിയ ഉയർച്ച നമ്മുടെ കുടുംബത്തിലുണ്ടാവും, വലിയ വിജയം നമ്മുടെ കുടുംബത്തിലുണ്ടാവും. പുറപ്പാടിൻ്റെ പുസ്തകം 17-ാം അധ്യായം 8 തൊട്ട് 16 വരെ വാക്യങ്ങൾ. അമലേക്യർ റഫീദീമിൽ വന്ന് ഇസ്രായേൽക്കാരെ ആക്രമിച്ചു. അപ്പോൾ മോശ ജോഷുവയോട് പറഞ്ഞു, ആളുകളെ തെരഞ്ഞെടുത്ത് അമലേക്യരുമായി യുദ്ധത്തിന് പുറപ്പെടുക. ഞാൻ നാളെ ദൈവത്തിൻ്റെ വടി കയ്യിലെടുത്ത് മലമുകളിൽ നിൽക്കും. മോശ പറഞ്ഞതനുസരിച്ച് ജോഷുവ അമലേക്യരുമായി യുദ്ധം ചെയ്തു. മോശ, അഹറോൻ, ഹൂർ എന്നിവർ മലമുകളിൽ കയറി നിന്നു. മോശ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ ജനം വിജയിച്ചു കൊണ്ടിരുന്നു. കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമലേക്യർക്കായിരുന്നു വിജയം. മോശയുടെ കൈകൾ കുഴഞ്ഞു. അപ്പോൾ അവർ ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തു. മോശ അതിന്മേലിരുന്നു. അഹറോനും ഹൂറും അവൻ്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇരുവശങ്ങളിലും നിന്നു. സൂര്യാസ്തമയം വരെ അവൻ്റെ കൈകൾ ഉയർന്നു തന്നെ നിന്നു. ജോഷുവ അമലേക്കിനെയും അവൻ്റെ ആളുകളെയും വാളുകൊണ്ട് അരിഞ്ഞു വീഴ്ത്തി. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇതിൻ്റെ ഓർമ്മ നിലനിർത്താനായി നീ ഇത് ഒരു പുസ്തകത്തിൽ എഴുതി ജോഷുവയെ വായിച്ച് കേൾപ്പിക്കുക. ഇതിൻ്റെ ഓർമ്മ നിലനിർത്താനായി നീ ഇതൊരു പുസ്തകത്തിൽ എഴുതി ജോഷുവയെ വായിച്ച് കേൾപ്പിക്കണം. ജോഷുവ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ്, സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ജോഷുവ മാത്രമല്ല, തലമുറയായി നമ്മളെല്ലാവരും ഇത് വായിച്ച് കേൾക്കണം, ഇതറിയണം, എല്ലാവരും ഇതറിയണം. പ്രൈസ് ദി ലോർഡ്. അതായത് മോശ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരുന്നിടത്തോളം സമയം താഴ്വാരത്ത് ദൈവത്തിൻ്റെ ജനത്തിന് വിജയം ഉണ്ടായിക്കൊണ്ടേയിരുന്നു. മോശയുടെ കരങ്ങൾ താഴ്ന്നപ്പോൾ ദൈവത്തിൻ്റെ ജനം പരാജയപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി കൈകൾ ഉയർത്തി ദൈവസന്നിധി നിൽക്കാൻ വേണ്ടി കൂടെയാണ് ദൈവം ഈ വിളി നൽകുന്നത്. ദൈവം തിരഞ്ഞെടുത്തവർ. മോശയ്ക്ക് പകരം അഹറോൻ അവിടെ കൈ പിടിച്ചിട്ട് കാര്യമില്ല. ദൈവം വിളിച്ച ഒരാൾ അവിടെ നിൽക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഓരോ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ സ്വന്തമായി വിളിക്കുമ്പം ജനത്തിന് വേണ്ടിയാണ് വിളിക്കുന്നത്. ജനം തകരുമ്പോൾ, ജനത്തിന് പരാജയങ്ങളുണ്ടാകുമ്പോൾ, ജനത്തിന് പലതരത്തിലുള്ള തകർച്ചകൾ വരുമ്പോൾ, കുടുംബങ്ങൾ തകരുമ്പോൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർ ദൈവസന്നിധിയിൽ കരങ്ങൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്നതിന് വിലയുണ്ട്. ഹല്ലേലൂയ. അപ്പം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഒരു വ്യക്തിയെ ദൈവം വിളിക്കുമ്പോൾ ആ ഒരു കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, ലോകത്തിൽ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ വിജയമാണ്. ദൈവത്തിൻ്റെ ജനത്തിൻ്റെ വിജയമാണത്. മോശയെ ദൈവം വിളിച്ചു. മോശ കൈകൾ വിളിച്ചു പിടിക്കുന്നത് ദൈവസന്നിധിയിൽ വലിയ വിലയുള്ള കാര്യമായി മാറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ ഇനിയും കാച്ച കൂടുതൽ പൗരോഹിത്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 45-ാം അധ്യായം 16-17 വാക്യങ്ങൾ, ജനത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കർത്താവിന് ബലി അർപ്പിക്കുന്നതിനും സ്മരണാംശമായി കുന്തിരികവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും അവിടുന്ന് അവനെ മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. മൂന്നാമത്തെ കാര്യം, ജനത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ബലി അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു ആത്മാവ് പാപത്തിൽ തകരുകയാണെന്ന് വിചാരിക്കുക. ആ ആത്മാവിന് സ്വന്തം രക്ഷപ്പെടാൻ നിവൃത്തിയില്ല. അങ്ങനെ സ്വന്തം രക്ഷപ്പെടാൻ നിവൃത്തിയില്ലെങ്കിൽ ഒരു വൈദികൻ
ആ വ്യക്തിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പാപപരിഹാര ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിന് വളരെ വലിയ ശക്തിയുണ്ട്. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. അച്ഛൻ ആദ്യകാല ശുശ്രൂഷ ചെയ്തിരുന്നത് കുട്ടികളുടെ ശുശ്രൂഷയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ക്രിസ്ത്യൻ ധ്യാനമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ആ കാലത്ത് പാലക്കാട് രൂപതയുള്ള ഒരു കല്ലടിക്കോട് എന്ന് പറഞ്ഞൊരു പള്ളിയിൽ ശുശ്രൂഷയ്ക്ക് പോയി. 94-95 കാലഘട്ടത്തിലാണ്. അങ്ങനെ അവിടെ അന്ന് അച്ഛന്മാർ താമസിക്കാത്തൊരു കാലമാണ്. ആദ്യകാല അച്ഛന്മാരവിടെ സ്ഥിരം താമസം ഉണ്ടായിരുന്നില്ല. കൈക്കാരൻ ചേട്ടന്മാരാണ് കാര്യങ്ങൾ നോക്കിയിരുന്നത്. അപ്പം ഞങ്ങൾ ക്രിസ്ത്യൻ ധ്യാനം നടത്താൻ ചെന്നപ്പോൾ അവിടെ വികാരിച്ചനില്ല, പകരം കൈക്കാരൻ ചേട്ടന്മാരാണ് കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ പള്ളിമുറി ചെന്നു. പള്ളിമുറി മുഴുവനും പുകവലിയുടെ പുകമണമാണ്. ആ കൈക്കാരൻ ചേട്ടൻ ഒരു ചെയിൻ സ്മോക്കറാണ്, നന്നായിട്ട് എപ്പോഴും വലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് പള്ളിമുറി കയറാമെന്ന് പറയുന്നത് അത്രയ്ക്കും പുകമണമാണ്. അങ്ങനെ ആദ്യത്തെ ദിവസം കഴിഞ്ഞു. 3 ദിവസമാണ് ക്രിസ്ത്യൻ ധ്യാനം. 2-ാം ദിവസം അന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും നമുക്ക് സഹിക്കാൻ പറ്റാതെയായി. പള്ളിമുറി അത്രയും പുകയിലയുടെ മണമാണ്. 2-ാം ദിവസം ഇപ്പോഴത്തേനും ഞങ്ങൾ ടീം മെമ്പേഴ്സ് പറഞ്ഞു, ഈ കാര്യം നമ്മൾക്ക് ഇങ്ങനെ വിട്ടാൽ പോരാ, നമുക്ക് ഈ ചേട്ടൻ്റെ ഈ പുകവലി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നേരിട്ട് ആ ചേട്ടനോട് പറയാൻ നിന്നില്ല, കാരണം വളരെ പ്രായമുള്ള സീനിയർ ചേട്ടനാണ്. ഞങ്ങൾ അന്ന് ശുശ്രൂഷ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളെക്കാൾ ഇരട്ടി വയസ്സ് പ്രായമുള്ള ചേട്ടനായതുകൊണ്ട് നേരിട്ടൊന്നും പറയാൻ പോയില്ല. ഞങ്ങൾ അന്ന് 2-ാം ദിവസം കുർബാനയുടെ സമയത്ത് ഈ ചേട്ടനെ സമർപ്പിച്ച് പറഞ്ഞു, എൻ്റെ കർത്താവേ, ഈ ചേട്ടനെ പുകവലി മാറ്റി ഈ ചേട്ടനെ ഒന്ന് കഴുകി ഒന്ന് അലക്കി കുളിപ്പിച്ചെടുക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. 3-ാം ദിവസം പ്രാർത്ഥിച്ചു. പക്ഷേ അപ്പോഴൊന്നും പുകവലി നിന്നിട്ടില്ല. അദ്ദേഹം പിന്നെയും പുകവലിച്ചുകൊണ്ടിരിക്കും. 3-ാം ദിവസം പ്രാർത്ഥിച്ച് അതിനുശേഷം ഞങ്ങൾ പോന്നു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ പള്ളിയിൽ നിന്ന് പോന്നു. പിന്നെ 5-6 മാസം കഴിഞ്ഞ് ഞങ്ങൾ ആ വഴി പാലക്കാടേക്ക് പോകുമ്പം ഒരു ദിവസം അവിടെ അച്ഛനുള്ള സമയത്ത് അച്ഛനെ കാണാൻ വേണ്ടി അവിടെ കയറി. അച്ഛൻ അന്ന് അവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് അച്ഛനെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വിചാരിച്ചു. ആ പള്ളിയിൽ കയറിയപ്പോൾ ഈ കൈക്കാരൻ ചേട്ടൻ അവിടെ നിൽക്കണുണ്ട്. അപ്പോൾ ഈ കൈക്കാരൻ ചേട്ടൻ ഞങ്ങൾ വരുന്നെന്നറിഞ്ഞ് ആദ്യം തന്നെ ഗേറ്റിൻ്റെ അവിടേക്ക് വന്നിരിക്കുകയാണ്. ഗേറ്റിൻ്റെ അവിടെ വെച്ച് ഞങ്ങളെ പിടികൂടി. കൈക്കാരൻ ചേട്ടൻ ചോദിച്ചു, അച്ഛാ, നിങ്ങളന്ന് പോയപ്പോൾ എന്ത് ചെയ്തിട്ടാണ് പോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്തുണ്ടായ? അപ്പോൾ കൈക്കാരൻ ചേട്ടൻ പറഞ്ഞു, നിങ്ങൾ പോയതിന് ശേഷം എനിക്ക് പുകവലിക്കാൻ പറ്റണില്ല. നല്ല മര്യാദയ്ക്ക് പുകവലിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ ചേട്ടൻ പറയാണ്, എനിക്ക് അതിന് ശേഷം പുകവലിക്കുന്ന സമയത്ത് കുടലെല്ലാം അങ്ങോട്ട് പറഞ്ഞു പോകണ മാതിരിയുള്ള ഒരവസ്ഥയൊക്കെ വരും. അങ്ങനെ പുകവലിക്കാൻ പറ്റാതെയായിട്ട് 6 മാസമായി. അപ്പോൾ ചേട്ടന് മനസ്സിലായി വേറെ ആരും അവിടെ വന്നിട്ടില്ല, ഞങ്ങൾ മാത്രം അവിടെ ആ ദിവസങ്ങളിൽ ചെന്നിട്ടുള്ളൂ. ഞങ്ങൾ എന്തെങ്കിലും പണി പറ്റിച്ചാന്ന് വിചാരിച്ച് ആ ചേട്ടൻ ഞങ്ങൾ ചെല്ലുന്നത് കേട്ട് ഞങ്ങളെ അഭിമുഖീകരിക്കാൻ വന്നതാണ്. ഞാൻ പറഞ്ഞു, ചേട്ടനാണെങ്കിൽ വലിയ കപ്പട മീശയൊക്കെ ഉള്ളത്, നല്ല പാലാക്കാരൻ ചേട്ടനാണ്. ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ എന്തായാലും പുകവലി നിന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ ചേർന്നോളാൻ പറഞ്ഞു. എന്തിനു പറയണ? 5-6 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ ആ ചേട്ടനുണ്ട് അട്ടപ്പാടിയിൽ, നമ്മുടെ ടീമിൻ്റെ കൂടെയുണ്ട്. പിന്നെ കുറേ വർഷങ്ങൾ ഈ കൈക്കാരൻ ചേട്ടൻ വലിയ ചേട്ടനാണ്. ആ ചേട്ടൻ പുസ്തകമെല്ലാം ചുമന്ന് പുസ്തകം വിതരണം ചെയ്യുന്ന ശുശ്രൂഷ പിന്നെ ചെയ്തു. ആദ്യത്തെ ബുക്ക് സ്റ്റാൾ മിനിസ്ട്രിയുടെ ലീഡറായിട്ട് കർത്താവ് ആ ചേട്ടനെ അങ്ങോട്ട് ഉയർത്തി. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഞാൻ ആ സംഭവം ഓർമ്മിക്കും. അപ്പോൾ നോക്കിയേ, ഈ ചേട്ടൻ നന്നാകാൻ വേണ്ടി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കാണും. ഈ ചേട്ടനോട് ഞങ്ങൾ നേരിട്ട് ഒറ്റ വാക്കും ഉണ്ടാകുന്നില്ല. ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ബലി അർപ്പിച്ച് ഈ ചേട്ടൻ്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചു. സൗഖ്യമുണ്ടായി, വ്യത്യാസമുണ്ടായി. അതാണ് പ്രഭാഷകൻ 45:16 എന്താ വചനം പഠിപ്പിക്കുന്നത്? ജനത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കർത്താവിന് ബലിയർപ്പിക്കുക. അപ്പോൾ കർത്താവിൻ്റെ സന്നിധി ബലിപീഠത്തിൽ നിന്ന് ബലിയർപ്പിച്ച് പാപത്തിൽ തകരുന്ന ഒരാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വലിയ ഒരു നിയോഗം ദൈവം വിളിച്ച ദൈവവിളിയുള്ളവർക്കുണ്ട്. ഇപ്പോൾ ഒരു വൈദികനാണെങ്കിൽ ആൾക്കാരെ വന്ന് ബലിയർപ്പിക്കാം. നിങ്ങൾക്ക് സിസ്റ്റർ ആണെങ്കിൽ ദൈവവിളി സ്വീകരിച്ച ഒരു അൽമായ ശുശ്രൂഷകനാണെങ്കിൽ നിങ്ങൾക്ക് കുർബാനയെ പങ്കെടുത്ത് ആ കുടുംബത്തിന് വേണ്ടി കാഴ്ചവെക്കാം. അത്രയും മതി. പ്രിയപ്പെട്ട സഹോദരൻ, വിശുദ്ധ ബലി അർപ്പിച്ച് പാപത്തിൽ തകരുന്ന ഒരാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. ദൈവവിളി സ്വീകരിച്ചവർ അങ്ങനെ ചെയ്താൽ വളരെ ശക്തിയുണ്ട്.
ഓരോ സിസ്റ്റർമാരുടെയും കുർബാന വെറുതെ കളയരുത്. ഇങ്ങനെയുള്ള ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ച വെക്കണം. പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഓരോ ശുശ്രൂഷാ നിയോഗങ്ങൾ സ്വീകരിച്ച ആത്മാരുടെ കുർബാന വെറുതെ കളയരുത്. ഓരോ പാപത്തിൽ തകർന്ന ആത്മാവിന് വേണ്ടി കാഴ്ച വെക്കണം. ഓരോ വൈദികനും ഇതുപോലെ ചെയ്യണം. പ്രഭാഷകൻ 45:16 നിങ്ങൾ വായിച്ചു നോക്കിക്കേ. ജനങ്ങളുടെ പാപത്തിന് വേണ്ടി ബലിയർപ്പിക്കാനും സ്മരണാംശമായി കുന്തിരിക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും അവിടുന്ന് അവനെ മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. എപ്പോഴും ദൈവവിളിയോട് ബന്ധപ്പെട്ട് പറയുമ്പോൾ പറയുകയാണ് തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മാനവകുലത്തിൽ നിന്നാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് മാനവൻ്റെ സ്വഭാവം ഇത്തിരി ഉണ്ടാവും. മനുഷ്യനാണ്, മനുഷ്യൻ്റെ സ്വഭാവം ഉണ്ടാവും. അതിൽ നമ്മൾ അപ്സെറ്റ് ആകേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. അത് വൈദികനാണെങ്കിലും സിസ്റ്റർമാരാണെങ്കിലും ആത്മായ ശുശ്രൂഷകരാണെങ്കിലും അവർ കർത്താവിൻ്റെ കാര്യങ്ങളിൽ ശുശ്രൂഷകളിൽ മുഴുകുമ്പോഴും ചിലപ്പോഴൊക്കെ മാനുഷികമായ സ്വഭാവങ്ങൾ കാണിച്ചെന്ന് വരാം. ഹല്ലേലൂയ. അത് നമ്മൾ ആരോഗ്യപരമായി മനസ്സിലാക്കിയാൽ മതി. മനുഷ്യനാണ്, മനുഷ്യനാകുമ്പോൾ മനുഷ്യന് ഷുഗറുണ്ട്, കൊളസ്ട്രോളുണ്ട്, പ്രഷറുണ്ട്, ടെൻഷനുണ്ട്, പലതും ഉണ്ടെന്ന് വിചാരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് ആരോഗ്യപരമായി നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ദൈവത്തിൻ്റെ വിളിയും ദൈവത്തിൻ്റെ നിയോഗവും നമ്മൾ വിവേചിച്ച് മനസ്സിലാക്കണം. അങ്ങനെ ദൈവം ഒരു വ്യക്തിയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന മറ്റൊരു വലിയൊരു അധികാരമാണ്. ഇതൊരു അധികാരമാണിത്. ബലി അർപ്പിച്ച് പാപത്തിൽ തകരുന്ന ആത്മാക്കളെ രക്ഷിക്കുക, വിടുവിക്കുക. പിന്നെ മറ്റൊരു അധികാരമാണ് സ്മരണാംശമായി കുന്തിരിക്കങ്ങളും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുക. പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഒരു വൈദികൻ ധൂപാർപ്പണം ചെയ്യുന്നതിന് അതിൻ്റെതായ വലിയ പവറുണ്ട്. ധൂപാർപ്പണം, കുന്തിരിക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ ബലിപീഠത്തിന് മുമ്പിൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ ആലയത്തിൽ ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവം വിളിച്ചവർക്ക് പല ശുശ്രൂഷകൾ ചെയ്യാൻ പറ്റും. അതിലൊരു ശുശ്രൂഷയാണ് ധൂപാർപ്പണം. അതിന് അത്ഭുതകരമായ ശക്തിയുണ്ട്. റാഫേൽ മാലാഖ ഋഗ്വേലിൻ്റെയും ഇതിനായിട്ട് കുടുംബത്തിൽ ചെയ്യുന്നത് തോബിത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മത്സ്യത്തിൻ്റെ ചങ്കും കരളും പുകച്ചപ്പോൾ ഒരു പിശാച് അവിടെ നിന്ന് ഇറങ്ങി ഓടിയതും ദേവദൂതന്മാർ അതിന് ബന്ധിച്ചതുമായ ഒരു സംഭവം തോബിത്തിൻ്റെ പുസ്തകത്തിൽ വായിച്ചത് നമ്മൾ ഓർമ്മിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അപ്പോൾ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിക്ക് നൽകിയിരിക്കുന്ന അധികാരങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട അധികാരമാണ് വിപരീത ശക്തികളെ, എതിർ ശക്തികളെ, അന്ധകാര പീഡകളെ കുടുംബത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ വേണ്ടി ശുശ്രൂഷകൾ ചെയ്യാനുള്ള അധികാരം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അഗ്നിയിൽ മെഴുകുരുകുന്നത് പോലെ, കൊടുങ്കാറ്റിൽ പുക പറന്നു പോകുന്നത് പോലെ ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ നടക്കുമ്പോൾ കുടുംബങ്ങളിൽ നിന്ന് വിപരീത ശക്തികൾ അപ്രത്യക്ഷമാകും. അതാണ് യേശു പറഞ്ഞത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10:18 യേശു തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയുടെ ഈ അധികാരം കുടികൊള്ളുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10:18 പറഞ്ഞിങ്ങനെയാണ്, യേശു അവരോട് പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. എല്ലാവരും എഴുന്നേറ്റ് തന്നെ 2 കാര്യങ്ങൾ നന്നായിട്ട് ഉയർത്തി പിടിക്കുക. എത്രമാത്രം ഉറക്ക സ്തുതിക്കാമോ അത്രയും ഉറക്ക സ്തുതിക്കണം. ഉറക്ക സ്തുതിച്ചോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. 2 കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഓ, ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. നന്നായി കൈയടിച്ച്. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. ആയിരുന്നോനും ആയിരിക്കുന്നോനും
വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. കുതിര മേലെ വരുന്നവനെ നല്ല താളത്തിൽ നമുക്ക് ആരാധിച്ചിടാം. കുതിര മേലെ വരുന്നവനെ നല്ല താളത്തിൽ നമുക്ക് ആരാധിച്ചിടാം. അവന്റെ വിഴി തീനാളങ്ങൾ തീനാളങ്ങളെ നമുക്ക് ഏറ്റുവാങ്ങിടാം. അവന്റെ വിഴി തീനാളങ്ങൾ തീനാളങ്ങളെ നമുക്ക് ഏറ്റുവാങ്ങിടാം. ആയിരുന്നോരും ആയിരിക്കുന്നോരും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു യേശുവേ. കർത്താവായ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ ഈ സമയം വലിയ തീഷ്ണതയോടെ എത്രമാത്രം ആത്മാർത്ഥതയോടെ സ്തുതിക്കാമോ അത്രയും ആത്മാർത്ഥതയോടെ നമുക്കിപ്പോൾ കൈകൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കാം. കരഞ്ഞ് നിലവിളിച്ച് യേശുവേ കരങ്ങൾ ഉയർത്തി ആശീർവാദം സ്വീകരിക്കുന്ന ഈ സമയം ഉച്ചത്തിൽ നിലവിളിക്കുന്നു.